നമ്മൾ നീറ്റുകക്ക പതുക്കെ ഉണ്ടല്ലോ ബക്കറ്റിലേക്ക് വശിലെ ഇടുവാണ്. അപ്പോൾ നമ്മളിത് വെള്ളം പതുക്കെ ഒഴിക്കാൻ പോവുകയാണ്. ചൂടുവെള്ളം ഉണ്ടോ, തിളയ്ക്കുന്നതുണ്ടോ? സംഭവം എന്താണെന്നറിയോ? ഞാനിത് സംഭവം എന്നാന്ന് വഴിയെ കാട്ടിത്തരാം കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളുണ്ടല്ലോ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ നീറ്റുകക്കായാണ്. ഈ നീറ്റുകക്കായിൽ നിന്ന് എങ്ങനെയാണ് ചുണ്ണാമ്പ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്, അത് ചെയ്യുന്നതാണ്. ഇത് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? നമുക്കിപ്പോൾ ഇത് റബ്ബറിന് മൊത്തം കേടൊക്കെ ആയി തുടങ്ങി. മീൻസ് ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ ഇപ്പം ഞങ്ങൾ തുരിശടിക്കുന്ന ഒരു സമയം കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങൾ പതുക്കെ ഉണ്ടല്ലോ നീറ്റുകക്ക ഞങ്ങൾ വാങ്ങി അത് വെച്ചിട്ട് ചുണ്ണാമ്പ് ഉണ്ടാക്കിയെടുക്കും. ചുണ്ണാമ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ തുരിശിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത്ര പെർസെൻറ്റേജ് അളവിൽ അത് കൂട്ടിയിട്ട് ഞങ്ങൾ തുരിശടിക്കുക എന്ന് പറയും. അന്നേരം ഈ തുരിശടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ റബ്ബറിലൊക്കെ ഉണ്ടല്ലോ നല്ല സ്റ്റൈലായിട്ട് നിൽക്കും, ഒരു കേടും ഇല്ലാതെ. പണ്ടൊക്കെ നമ്മുടെ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഈ യക്ഷി ചുണ്ണാമ്പ് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ ചുണ്ണാമ്പ് ആട്ടോ ഈ ചുണ്ണാമ്പ്, പേടിക്കൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഈ വെറ്റില അടക്കായൊക്കെയല്ലേ, വെറ്റില അടക്കായിൽ നമ്മൾ പതുക്കെ ഉണ്ടല്ലോ ചുണ്ണാമ്പ് തേച്ച് കൊടുക്കണം, എന്നിട്ടാണ് മുറുക്കുന്നത്. നമ്മുടെ മുറുക്കാൻകടയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അറിയാം ഈ ചുണ്ണാമ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ചുണ്ണാമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. കർഷകർക്ക് കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, അല്ലാത്ത ഒത്തിരി ആൾക്കാർക്ക് ഇത് അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയാണ് ഇന്ന് വീഡിയോ. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇതിവിടെ പന്നി ശല്യം ഉള്ളതുകൊണ്ടാട്ടോ ഇതൊക്കെ ഇവിടെ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിനാവശ്യമായിട്ട് നമ്മൾ ഒരു കലം വെള്ളം നമ്മൾ പതുക്കെ തിളപ്പിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ചുണ്ണാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ നമ്മളിത് തീ കത്തിച്ചു. ഇപ്പം തീ കത്തട്ടെ, ഇത് തിളക്കണം. ഇനി നമ്മൾ നീറ്റുകക്ക പതുക്കെ ഉണ്ടല്ലോ ബക്കറ്റിലേക്ക് വശിലെ ഇടുവാണ്. കക്ക ഇപ്പം കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരടിയോളം വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പതുക്കെ വെള്ളം ഒഴിക്കുവാണ്. വെള്ളം പതുക്കെ ഒഴിക്കാൻ പോവുകയാണ്, ചൂടുവെള്ളം. അത് നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് കൊടുത്തു. ഇന്ന് നോക്കട്ടെ, ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ റിയാക്ഷൻ തുടങ്ങി. ഇതുണ്ടോ, പതുക്കെ 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 തിളച്ചിപ്പോൾ വരുവാണ്. അപ്പം നമ്മളുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബക്കറ്റിൽ നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കരുതി വച്ചിരിക്കണം. ഉണ്ടോ, തിളയ്ക്കുന്ന നല്ല സൗണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതേ തണല്ലോ, നല്ലതുപോലെ തിളക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ട് കേട്ടോ. കണ്ടോ, വെട്ടി തിളയ്ക്കുന്നുണ്ടോ നല്ല. അടിയിൽ ഇളക് ശരിക്കും ആകാത്തതുകൊണ്ടുണ്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ,
പിന്നെ മേത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതനുസരിച്ച് ശ്രദ്ധയോടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ണാമ്പൊക്കെ സെറ്റായി. ഇത് നല്ലൊരു പെയിൻറ്റ് ബക്കറ്റാണ് കേട്ടോ. ഇതൊന്നും കത്തിപ്പോവുകയല്ല, ഉരുകിയൊന്നും പോകുന്നുമില്ല, അതോർത്ത് പേടിക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൺകലത്തിലും ഇത് വേണം ഇങ്ങനെ ഇട്ട്, മൺകലത്തിലാണ് കൂടുതൽ ആൾക്കാർ ചെയ്യാറുള്ളത്. നീറ്റ് കക്കായ്ക്കകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് നമുക്ക് കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചുണ്ണാമ്പാണ് കിട്ടുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആറ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒരു സംഭവം കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റ് മൊത്തം ഞാൻ കാട്ടിത്തരാവേ. ആദ്യം നമ്മൾ വെറ്റില ഇവിടെ എങ്ങനെ അങ്ങ് വെക്കുന്നു. നമ്മുടെ അടയ്ക്ക കേട്ടോ, ഇവിടെ കാമുകയിലെ അടയ്ക്ക. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി മുറിച്ചു. ഉണ്ടോ, നല്ല അടയ്ക്ക ഉണ്ടോ, സുന്ദരൻ അടയ്ക്ക, നാടൻ അടയ്ക്ക കേട്ടോ. അടയ്ക്ക മുറിച്ചു. എന്നിട്ട് നമ്മളിതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പതുക്കെ ചെത്തണം. ഉണ്ടോ, തൊലിയൊക്കെ ചെത്തി. ഇനി നമ്മുടെ ചുണ്ണാമ്പ് പതുക്കെ ഉണ്ടല്ലോ അങ്ങ് വിരളിൽ അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ വെറ്റിലയിലേക്ക് പതുക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നൈസായിട്ടങ്ങ് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചുണ്ണാമ്പ് പതുക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം. കണ്ടോ, നൈസായിട്ട് അങ്ങ് തേച്ച് കൊടുത്തു. കൂടിപ്പോകരുത് കേട്ടോ, വായൊക്കെ പൊള്ളും. ഇങ്ങനെ നൈസായിട്ട് അങ്ങ് പതുക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ ഈ അടയ്ക്ക അങ്ങ് വെച്ചു, പതുക്കെ അങ്ങ് പൊതിയണം. ഇങ്ങനെ അങ്ങ് മടക്കിയിട്ടുണ്ടല്ലോ. ഇതേ മടക്കി നമ്മൾ വെറ്റില മടക്കി നല്ല സെറ്റാക്കി കേട്ടോ. ഇനി നമ്മളൊരു മുറുക്കുണ്ട്, ഇതങ്ങ് വായിലേക്ക് ഇട്ട്. ഇപ്പോൾ കണ്ടോ വേറൊരു റിയാക്ഷൻ കാട്ടിത്തരാവേ. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നീറ്റുകക്കായിൽ നിന്ന് ചുണ്ണാമ്പ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംഭവം ഉണ്ടല്ലോ, ഇനി നമ്മളൊരു പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ട്. ഈ കായലിൽ നിന്നോ കടലിൽ നിന്നൊക്കെ വാരി ശേഖരിച്ചിട്ടുണ്ടല്ലോ, ഇത് ചൂളയ്ക്കകത്തിട്ട് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് ഈ നീറ്റ് കക്കായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ചുണ്ണാമ്പൊക്കെ ആക്കിയെടുക്കുന്ന ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടുകൾ നീറ്റ് കക്ക ആക്കാൻ വേണ്ടി ചൂളയ്ക്കകത്തിട്ട് ചെയ്യുന്ന പരിപാടികൾ അതെല്ലാം കോർത്തിണക്കി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.